നമസ്കാരം. ഗുഡ്വിൽ അക്കാഡമി ഓഫ് കൊമേഴ്സ് ആൻഡ് റിസർച്ച് സെൻറ്ററിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഗുഡ്വിൽ അക്കാഡമി എന്ന് പറയുന്നത് ഒരു കൊമേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, അല്ലെങ്കിൽ കൊമേഴ്സ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കഴിഞ്ഞ 22 വർഷമായിട്ട് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ നിരവധിയായ കുട്ടികൾ ഇവിടുന്ന് പഠിച്ചു പോവുകയും അല്ലെങ്കിൽ കൊമേഴ്സ് പഠിച്ചു പോവുകയും അതിനൊപ്പം വളരെ ഉന്നതമായ ജോലികളിൽ പല മേഖലകളിലായി അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ കുട്ടികളുടെ അല്ലെങ്കിൽ ആ കുട്ടികളുടെ അടുത്ത തലമുറ കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവരുടെ ഒരു ആവശ്യപ്രകാരമാണ് ശരിക്കും ഞങ്ങൾ ഇങ്ങനൊരു യൂട്യൂബ് ചാനലിലേക്ക് വരാനുള്ള കാരണം. പലരും പല പ്രാവശ്യമായിട്ട് യൂട്യൂബിൽ ഇത്തരം അല്ലെങ്കിൽ കൊമേഴ്സ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്വേഷിച്ചിട്ട് അതിൽ നിന്ന് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന +1 അല്ലെങ്കിൽ +2 BCom MCom ഇത്തരം ക്ലാസ്സുകൾക്ക് ഉള്ള അല്ലെങ്കിൽ കൊമേഴ്സ് അക്കൗണ്ടിങ്ങും അതിൻ്റെ ഒപ്പം ബിസിനസ് സ്റ്റഡീസും സ്റ്റാറ്റിസ്റ്റിക്സും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സും ഓപ്പറേഷണൽ റിസർച്ചും ഇത്തരം സബ്ജക്റ്റുകൾക്ക് ശരിക്കും കുട്ടികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ കൃത്യമായ ക്ലാസ്സുകൾ അവൈലബിൾ അല്ല എന്നുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികളുടെ എല്ലാം ആവശ്യപ്രകാരം ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് തീരുമാനിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞു, 22 വർഷമായിട്ട് ഈ മേഖലയിൽ അല്ലെങ്കിൽ ഈ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ വളരെയധികം കുട്ടികളെ സമ്പാദിച്ചിട്ടുണ്ട്. അവർക്കുള്ള ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളും ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ആർക്കെങ്കിലും നേരിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കോൺടാക്റ്റ് നമ്പറും അഡ്രസ്സും കൊടുത്തിട്ടുണ്ടാവും. അതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈവായിട്ടുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കുന്നത് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. ഈ ബിസിനസ് സ്റ്റഡീസിനകത്ത് ഒരു ബിസിനസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നുള്ളത് അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. അത് ഓരോ ചാപ്റ്റർ വൈസ് കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ കൃത്യമായിട്ട് സംവദിക്കുകയാണ്. അതായത് ബിസിനസ്സിനകത്ത് ഒരു ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, ആ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റിക്ക് അകത്ത് വരുന്ന ഓരോ കാര്യവും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നാച്ചുറലി ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ചില സംശയങ്ങൾ വരാം. ആ സംശയങ്ങൾ വരാൻ വേണ്ടിയിട്ട് ആ സംശയം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് ഒരു കാര്യമാണ്. അതാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞത്. എപ്പോൾ വേണമെങ്കിലും ലൈവ് ക്ലാസ്സിലോ അല്ലെങ്കിൽ അത്തരം ഒരു സംശയം വന്നു കഴിഞ്ഞാൽ ചോദിക്കാനോ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കോൺടാക്റ്റ് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്, അതിൻ്റെ ഒപ്പം ഫിനാൻഷ്യൽ സർവീസ്, അത് +1-നും +2-നും നാച്ചുറലി നേരത്തെ പറഞ്ഞു. +1 എന്ന് പറയുന്നത് നമ്മളൊരു കുറച്ചുകൂടെ പ്രൊഫഷണലി പോവുകയാണ്. നമ്മൾ 10th വരെ കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള കുറച്ചുകൂടെ ഒരു സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ആ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നാച്ചുറലി നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം വേറൊരു മേഖലയിലാണ് നമ്മൾ പഠിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ +1 എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിളായിട്ടാണ്. അതിനകത്ത് അക്കൗണ്ടിങ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാനുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. അതിനൊപ്പം സ്റ്റാറ്റിസ്റ്റിക്സും ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ MCom-നും അല്ലെങ്കിൽ MBA-ക്കും ഒക്കെ വരുന്നതാണ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ കോഴ്സുകൾ, അല്ലെങ്കിൽ BBA-ക്കൊക്കെ വരുന്ന കോഴ്സുകളാണ്. തുടർന്ന് വരുന്ന പോസ്റ്റുകളിൽ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡുകളിൽ ഓരോ ചാപ്റ്ററിൻ്റെയും പോയിൻ്റ് വൈസായിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്ലാസ് ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഓരോ മൊഡ്യൂൾസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. നേരത്തെ പറഞ്ഞു, ആർക്കെങ്കിലും ലൈവായിട്ടുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചിട്ട് സീറ്റ് റിസർവ് ചെയ്യാം. റിസർവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്ലാസ് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഇതിൽ കൺവീനിയൻറ്റ് ടൈമിലായിട്ടുള്ള ക്ലാസ്സസ് ഉണ്ടാവും. കാരണം എന്തായാലും റെഗുലർ ക്ലാസ്സിൽ സ്കൂളിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഈവനിങ് അവേഴ്സ് ആൻഡ് നൈറ്റ് ക്ലാസ്സസ് അല്ലെങ്കിൽ ഏർലി മോർണിംഗിലുള്ള ക്ലാസ്സസും ഉണ്ടാവും. ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ, ആ ഷെഡ്യൂളിനനുസരിച്ച്
കുട്ടികളുടെ എണ്ണത്തെ കൃത്യമായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് തന്നെയുള്ള ക്ലാസ് ആയിരിക്കും ഇനി അങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്യുന്നത്.